പഞ്ചായത്തുകളിലേക്ക് പോകണം. അവിടെ നിങ്ങൾക്ക് എല്ലാവർക്കും കാണിക്കാൻ സാധിക്കും. പണ്ട് സൈക്കിൾ കൊട്ട വെച്ച പോലെയാണ്. ഒരു കൊട്ട വെച്ചിട്ടുണ്ട്, ഒരു പൈപ്പ് വെച്ചിട്ടുണ്ട്, ഒരു തല വെച്ചിട്ടുണ്ട്. തുറന്നു കഴിഞ്ഞാൽ എന്നുള്ള ശബ്ദമേ ഉള്ളൂ. വെള്ളം വേണം. കുടിവെള്ള പ്രശ്നം പഞ്ചായത്തുകളിൽ ചെറിയ വിഷയമല്ല. അത് കമ്മ്യൂണിസ്റ്റുകാരൻ്റെ വിഷയമല്ല, കോൺഗ്രസ്സുകാരൻ്റെ എന്നല്ല, BJP എന്നല്ല. അത് വലിയ വിഷയം തന്നെയാണ്. അത് ഒരു മിനിറ്റ്. രണ്ട്, ഞാൻ ചോദിക്കട്ടെ, ഭരണനേട്ടം എന്ന് പറയപ്പെടുമ്പോൾ ഈ സാധാരണക്കാരൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുന്നതിൽ എത്രത്തോളം ഇവർ വിജയിച്ചിട്ടുണ്ട് എന്നുള്ളത്, അതിദാരിദ്ര്യത്തിൻ്റെ കാര്യം ഏറ്റവും കൂടുതൽ സീറോ ആക്കി എന്നല്ലേ നമ്മൾ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ 26ാം ഡിവിഷൻ ഞാൻ കൃത്യമായിട്ട് പറയാമല്ലോ. 26ാം വാർഡ് ഇവരുടെ വർഗീസ് കണ്ടംകുളത്തി, വർഗീസായിട്ടുള്ള സ്ഥലത്താണ്. അവിടെ ഒരു ഉന്നതിയുണ്ട്. ആ മോഡേൺ ഉന്നതിയാണ്. അവിടുത്തെ അവസ്ഥ നിങ്ങൾ ആലോചിച്ച് നോക്കണം. അവിടെ കയറിക്കിടക്കാൻ കോല പോലും ഇല്ലാത്ത അവസ്ഥ ഉണ്ടായിരിക്കെ അതിദാരിദ്ര്യമില്ലാത്ത കേരളമായി ഇവരെ പ്രഖ്യാപിച്ചു എന്നുള്ളതുമാണ്. ആ പ്രഖ്യാപിക്കുന്ന സമയത്ത് ഇതേ കോർപ്പറേഷനിലാണ് ഈ വിഷയം. ഞാൻ ഗേലോ ഇന്ത്യ പ്രൊജക്റ്റുമായി ബന്ധപ്പെട്ട് 13.5 കോടി രൂപ ഇവിടുത്തെ പാലസ് ഗ്രൗണ്ടിന് കൊടുക്കാമെന്ന് പറഞ്ഞ സമയത്ത് കോർപ്പറേഷൻ അതിന് ഭരണാനുമതി കൊടുത്തില്ല. പകരം ഇവർ ഇപ്പോൾ FC-യുമായി ബന്ധപ്പെട്ട് വാടകയ്ക്ക് കൊടുത്തിരിക്കുകയാണ്. അല്ലെങ്കിൽ ഭരിക്കുന്നവന്റെ ഉത്തരവാദിത്തമാണ് ഭരിക്കപ്പെടുന്നവനെ കൃത്യമായി അവന്റെ അവകാശങ്ങൾ നടപ്പിലാക്കി കൊടുക്കുക. ആ നടപ്പിലാക്കുന്നതിൽ പരാജയപ്പെട്ട ഒന്നാം പാർട്ടി അവരും പരാജയപ്പെട്ട രണ്ടാം പാർട്ടി ഇവരായി നിൽക്കുമ്പോൾ അത് മാറ്റും എന്നുള്ളതാണ് ഞങ്ങളുടെ വാദം. ആ വാദത്തിൽ പരിപൂർണമായിട്ട് അവകാശികളായിട്ടുള്ള വോട്ടർമാർ അംഗീകരിക്കുമെന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം. അത് നടപ്പിലാവും. ഉല്ലാസ് ബാബു ഇതൊക്കെ പറഞ്ഞു, കേന്ദ്രം ഭരിക്കുന്നതാണെന്ന് പറഞ്ഞു. എന്തുകൊണ്ടാണ് കഞ്ചിക്കോട് കോച്ച് ഫാക്ടറി ഇവിടെ നിന്ന് മാറ്റി UP സ്ഥാപിച്ചതിന് എന്താണെന്ന് മനസ്സിലായില്ല. അതുപോലെ ഇവിടുത്തെ കിഫ്ബി നിൽക്കുന്ന ഫണ്ട് അത് ഇവരെ കേന്ദ്ര വികസനത്തിലേക്ക് ഉൾക്കൊള്ളിച്ചു. ആലോചിച്ചോക്കണം. കേരളത്തിന്റെ ഇവരാണ് കേരളത്തിലെ വികസനം പറഞ്ഞത്. ആലോചിച്ച് നോക്ക് സാർ. ഞാൻ ചോദിച്ചോട്ടെ, അങ്ങും ഞാനും ഇവിടെ ജീവിച്ചിരിക്കുന്നുണ്ടല്ലോ. വന്ദേ ഭാരത് ട്രെയിൻ ഉണ്ടായിരുന്നു സാർ. 100% ഇലക്ട്രിഫിക്കേഷൻ ഉണ്ടായിരുന്നു സാർ. റെയിൽവേ വികസനത്തിനകത്ത് കേരളത്തിനോട് എന്നല്ല, ഇന്ത്യ മഹാരാജ്യത്ത് ഒരു സംസ്ഥാനത്തോടും ചിറ്റമ്മ നയം കേന്ദ്ര സർക്കാർ ചെയ്തിട്ടില്ല. രണ്ട്, നിങ്ങളുടെ വികസനം കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ടുള്ള കേന്ദ്ര സർക്കാർ വന്ദേ ഭാരത് അടക്കമുള്ള ട്രെയിനുകൾ, മറ്റ് ട്രെയിനുകൾ, കോച്ചുകൾ കൃത്യമായി തന്നെ തന്ന് ഈ കേരളത്തിനോട് നീതി പുലർത്തിയിട്ടുള്ള കാര്യത്തെ എന്തുകൊണ്ടാണ് സാർ രാഷ്ട്രീയത്തിന്റെ പേരിൽ അംഗീകരിക്കാത്തത്? എന്താണ് സാർ അങ്ങ് വന്ദേ ഭാരത് യാത്ര ചെയ്യുമ്പോൾ അതിനെ ബഹുമാനിക്കുന്നില്ലേ സാർ? അങ്ങ് 100% ഇലക്ട്രിഫൈഡ് ചെയ്തത് 100% ഇലക്ട്രിഫൈഡ് ചെയ്തത് അങ്ങ് അംഗീകരിക്കുന്നുണ്ടോ? ജലജീവൻ പദ്ധതിയുടെ ഭാഗമായി കേന്ദ്ര വിഹിതം കൃത്യമായി പഞ്ചായത്തുകൾ അടക്കമുള്ള സ്ഥലത്ത് കൊടുത്തത് അങ്ങ് അംഗീകരിക്കുന്നുണ്ടോ ഇല്ലയോ? തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് 50% പദ്ധതി വിഹിതം വെട്ടിക്കുറച്ച് ഇടതുപക്ഷ രാഷ്ട്രീയത്തെ അങ്ങ് അംഗീകരിക്കുന്നുണ്ടോ ഇല്ലയോ? ചോദിച്ചോട്ടെ സാർ. ജലജീവൻ പദ്ധതി ആയിക്കോട്ടെ, കർഷകന്റെ പ്രശ്നം സാർ. 3 മാസവും 4 മാസവും ക്ഷേമ പെൻഷൻ മുടക്കി വെച്ച എന്ത് അടിസ്ഥാനത്തിലാണ് സാർ? ഇന്നത്തെ വിശപ്പ് നാളെ ഊണ് കഴിച്ചാൽ മാറുമോ? ചോദിക്കോട്ടെ. ഇങ്ങനെയുള്ള കാര്യം നിങ്ങൾ ക്ഷേമ പെൻഷൻ കൊടുത്തു, വികലാംഗ ക്ഷേമ പെൻഷൻ കൊടുത്തോ, കെട്ടിട തൊഴിലാളി ക്ഷേമ പെൻഷൻ കൊടുത്തോ, തയ്യൽ തൊഴിലാളി ക്ഷേമ പെൻഷൻ കൊടുത്തോ? അന്നം, വെള്ളം, വെളിച്ചം, ആരോഗ്യം, വിദ്യാഭ്യാസം ഇത്യാദി കാര്യങ്ങൾ കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതികളെ കുറിച്ച് ബോധ്യമില്ല സാർ. നിങ്ങൾക്ക് അത് അംഗീകരിക്കാൻ പറ്റില്ല. ഉല്ലാസ് ബാബു സാർ, വന്ദേ ഭാരത് ഇവിടെ ഓടാനുള്ള കാരണം കറക്റ്റായിട്ട് ടിക്കറ്റ് എടുക്കുന്ന ഇന്ത്യയിലെ ആകെ ഒരു സംസ്ഥാനം കേരളമാണ്. വന്ദേ ഭാരത് നല്ലതാണോ? വന്ദേ ഭാരത് നല്ലതാണോ പൊട്ടയാണോ? വന്ദേ ഭാരത് ഏറ്റവും കൂടുതൽ ലാഭത്തിൽ പോകുന്നത് കേരളത്തിലാണ്.